മക്കളെ, നമ്മൾ ദേവേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശചീദേവി എന്ന ഇന്ദ്രാണിയും അനുഭവിച്ച ദുഃഖത്തെക്കുറിച്ച് ശല്യർ യുധിഷ്ഠിരനോടും മറ്റു പാണ്ഡവരോടും പറഞ്ഞു കൊടുക്കുന്ന കഥയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്താൽ വൃത്രാസുരനെയും ത്രിശിരസിനെയും ദേവേന്ദ്രൻ വധിച്ചു. പക്ഷേ അവരെ വധിക്കുന്നതിന് സ്വീകരിച്ച മാർഗത്തെക്കുറിച്ച് ആലോചിച്ച് പാപഭയത്താൽ ദേവേന്ദ്രൻ സമുദ്രത്തിൽ പോയി ഒളിച്ചിരുന്നു. ദേവേന്ദ്രൻ്റെ അഭാവത്തിൽ സ്വർഗലോകത്തും ഭൂമിയിലും വളരെയേറെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിനെ കണ്ടെത്തുവാൻ മഹർഷിമാരും ദേവന്മാരും കൂടെ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി അവർ മഹാവിഷ്ണുവിനെ കണ്ട് ഉപദേശം തേടി. അവർ പറഞ്ഞു, മഹാപ്രഭു, ദേവേന്ദ്രൻ പാപഭയത്താൽ എവിടെയോ ഒളിവിലാണ്. അദ്ദേഹം ദേവലോകം വിട്ട് പോയിരിക്കുന്നു. അദ്ദേഹത്തെ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് എന്താണ് വേണ്ടതെന്ന് അങ്ങ് ഉപദേശിക്കണം. വിഷ്ണുവിനെ അധിദേവതയാക്കി ദേവേന്ദ്രൻ ഒരു അശ്വമേധയാഗം നടത്തിയാൽ ഈ പാപങ്ങളിൽ നിന്നെല്ലാം മോചിതനാകും എന്ന് വിഷ്ണു ഉപദേശിച്ചു. ദേവന്മാർ പല സ്ഥലത്തും നടത്തിയ അന്വേഷണത്തിനൊടുവിൽ സമുദ്രത്തിൽ താമസിച്ചിരുന്ന ദേവേന്ദ്രനെ അവർ കണ്ടെത്തി. അവിടെ വെച്ച് തന്നെ അശ്വമേധയാഗം നടത്തുകയും ദേവേന്ദ്രനിൽ നിന്ന് ബ്രഹ്മഹത്യാപാപമടക്കമുള്ള എല്ലാ പാപങ്ങളും അകന്നു പോകുകയും ചെയ്തു. പാപമോചിതൻ ആയെങ്കിലും ഇന്ദ്രൻ സ്ഥാനമേൽക്കാൻ ചെന്നപ്പോൾ നഹുഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഭയപ്പെട്ട് പിൻവാങ്ങുകയും ഒളിവിൽ പോകുകയും ചെയ്തു. അപ്പോൾ ഇന്ദ്രപദവിയിലെത്തിയ നഹുഷൻ ഇന്ദ്രൻ്റെ പത്നിയായ ശചീദേവിയെ തനിക്ക് ഭാര്യയായി ലഭിക്കണമെന്ന് വാശി പിടിച്ചു. ദേവന്മാരും ഋഷിമാരും അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ആ വാശിയിൽ തന്നെ ഉറച്ചു നിന്നു. ഈ വിവരമറിഞ്ഞ് ദുഃഖിതയായിത്തീർന്ന ശചീദേവി ദേവഗുരുവായ ബൃഹസ്പതിയെ അഭയം പ്രാപിച്ചു. ദേവഗുരു നഹുഷനിൽ നിന്ന് സംരക്ഷണം നൽകിക്കൊള്ളാമെന്ന് ശചീദേവിക്ക് വാക്കുകൊടുത്തു. നഹുഷൻ്റെ പിടിവാശിയിൽ ദേവന്മാർക്ക് അസഹ്യമായി തോന്നിയെങ്കിലും അവർ ബൃഹസ്പതിയെ സമീപിച്ച് ശചീദേവിയെ നഹുഷന് തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ബൃഹസ്പതി ആ ആവശ്യം നിരസിച്ചു. ബ്രഹ്മദേവൻ്റെ ഉപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന തനിക്ക് ഒരിക്കലും ശചീദേവിയെ നഹുഷന് കൊടുക്കാൻ കഴിയില്ല എന്ന് ബൃഹസ്പതി ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ദേവന്മാർ ശചീദേവിയോട് ഒരു തവണ നഹുഷനെ ചെന്ന് കാണണം, അതോടുകൂടി അയാൾ നശിച്ചുകൊള്ളുമെന്ന് ആവശ്യപ്പെട്ടു. ശചീദേവി ആ ആവശ്യം അംഗീകരിച്ചു. അതിൻ പ്രകാരം നഹുഷനെ കാണാനെത്തിയ ശചീദേവിയോട് തൻ്റെ ഭാര്യയായിരിക്കുവാൻ നഹുഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ ഭർത്താവായ ഇന്ദ്രദേവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയുവാനുള്ള സമയം കുറച്ചുകൂടി വേണമെന്ന് ശചീദേവി നഹുഷനോട് ആവശ്യപ്പെട്ടു. അയാളത് അനുവദിക്കുകയും ചെയ്തു. ദുഃഖിതയായി തീർന്ന ശചീദേവി നിശാദേവതയായ ദീപ്തശ്രുതിയെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുത്തി. അവരുടെ സഹായത്തോടെ അകലെയുള്ള ഒരു താമരപ്പൊയ്കയിൽ നിന്നും ശചി ഇന്ദ്രദേവനെ കണ്ടെത്തി. എത്രയും വേഗം ദേവലോകത്തെത്തി നഹുഷനെ കീഴടക്കി ഇന്ദ്രപദവി വീണ്ടെടുക്കണമെന്ന് ശചീദേവി ആവശ്യപ്പെട്ടപ്പോൾ ദേവന്മാരും മഹർഷിമാരും കൂടെ നടത്തിയ അശ്വമേധത്തിൻ്റെ ഫലം നഹുഷനാണ് ലഭിച്ചതെന്നും അതിനാൽ ഇപ്പോൾ നഹുഷൻ ശക്തനാണെന്നും അയാളെ കീഴടക്കുവാൻ തനിക്ക് ഇപ്പോൾ ശക്തിയില്ല എന്നും ഇന്ദ്രദേവൻ ശചിയെ അറിയിച്ചു. എന്നാൽ നഹുഷനെ കീഴടക്കുവാനുള്ള ഒരു മാർഗം ശചീദേവിക്ക് ഇന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തു. ശചീദേവി നഹുഷനെ കാണുകയും മഹർഷിമാർ ചുമക്കുന്ന ഒരു പല്ലക്കിലിരുന്ന് നഹുഷൻ ശചിയുടെ മുന്നിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാമെന്ന് സമ്മതിക്കുകയും വേണം. അതോടുകൂടി നഹുഷൻ്റെ പ്രതാപമെല്ലാം അവസാനിച്ച് അയാൾ നശിച്ചുകൊള്ളും. അത് സമ്മതിച്ച് ശചീദേവി നഹുഷനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, ദേവദേവ, അങ്ങ് മഹർഷിമാർ ചുമക്കുന്ന ഒരു പല്ലക്കിൽ ഇരുന്നു കൊണ്ട് എൻ്റെ മുന്നിലൂടെ വരികയാണെങ്കിൽ അങ്ങയുടെ അടിമയായി ഞാൻ എന്നും കഴിഞ്ഞുകൊള്ളാം. അത്ഭുതത്തോടു കൂടിയാണെങ്കിലും നഹുഷൻ അത് സമ്മതിച്ചു. അതിനുശേഷം
ശചീദേവി ബൃഹസ്പതിയെ കണ്ട് തൻ്റെ ഭർത്താവായ ഇന്ദ്രദേവനെ എത്രയും വേഗം ദേവലോകത്തെത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ബൃഹസ്പതി അഗ്നിദേവൻ്റെ സഹായത്തോടെ ദേവേന്ദ്രൻ ഒളിച്ചിരിക്കുന്ന താമരപ്പൊയ്ക കണ്ടെത്തി. അദ്ദേഹം അഗ്നിദേവനെയും ദേവന്മാരെയും കൂട്ടിക്കൊണ്ട് ദേവേന്ദ്രനെ വിളിച്ചുകൊണ്ടുവരുവാൻ വേണ്ടി പുറപ്പെട്ടു. ഇന്ദ്രൻ ഒളിച്ചിരിക്കുന്ന തടാകം അഗ്നിദേവൻ ബൃഹസ്പതിക്ക് കാട്ടിക്കൊടുത്തു. അവിടെ എത്തി ഗുരു ഇന്ദ്രനെ സ്തുതിക്കുവാൻ തുടങ്ങി. ആ സ്തുതികൾ കേട്ട് ഇന്ദ്രൻ്റെ ചൈതന്യം വർദ്ധിക്കുവാൻ തുടങ്ങി. അപ്പോഴദ്ദേഹം സ്വന്തം രൂപത്തിൽ ഗുരുവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ ചോദിച്ചു, ഗുരുദേവ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? വൃത്രാസുരനും ത്രിശിരസും മറ്റ് ദൈത്യന്മാരും നശിച്ചില്ലേ? എന്തിനാണ് ഇനി അങ്ങ് എന്നെ വീണ്ടും ഇവിടെ കാണുവാൻ എത്തിയത്? ബൃഹസ്പതി പറഞ്ഞു, ദേവരാജ, അങ്ങയുടെ അസാന്നിധ്യത്തിൽ മനുഷ്യരാജാവായ നഹുഷൻ ദേവരാജപദം ഏറ്റെടുത്തിരിക്കുന്നു. ദേവന്മാരും താപസന്മാരും ആവശ്യപ്പെട്ടതിലാണ് അയാൾ വന്നത്. എന്നാൽ ഇന്ദ്രപദത്തിലെത്തിയതിന് ശേഷം അയാളുടെ ഭാവമാകെ മാറിയിരിക്കുന്നു. സകല ദേവന്മാർക്കും താപസന്മാർക്കും അയാളുടെ പ്രവൃത്തി മൂലം തീരാദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. അയാളെ കീഴടക്കി അങ്ങയ്ക്ക് ഇന്ദ്രപദം നേടിയെടുക്കണ്ടേ? ഈ സമയത്ത് യമൻ, വരുണൻ, കുബേരൻ, ചന്ദ്രൻ തുടങ്ങിയ ദേവതകൾ അവിടെ വന്നു ചേർന്നു. എല്ലാവരും കൂടി ചേർന്ന് നഹുഷനെ നശിപ്പിക്കുവാനുള്ള ഉപായങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഋഷിവര്യനായ അഗസ്ത്യനും അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം പറഞ്ഞു, ദേവരാജ, വൃത്രാസുരനെയും ത്രിശിരസിനെയും വധിച്ചതോടെ അങ്ങയ്ക്ക് ഐശ്വര്യവും ശ്രേയസ്സും വർദ്ധിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ നഹുഷൻ ദേവരാജ പദവിയിൽ നിന്നും നിഷ്കാസിതനായിരിക്കുന്നു. നിഷ്കാസനം എന്ന വാക്കിന് പുറത്താക്കൽ എന്നാണ് അർത്ഥം. ദേവന്മാർ എല്ലാവരും കൂടെ ചേർന്ന് അഗസ്ത്യനെ ആദരിച്ച് ഇരിപ്പിടം നൽകി. അവർ ചോദിച്ചു, മഹർഷി, അധർമ്മിയായ നഹുഷന് എങ്ങനെയാണ് സ്ഥാനഭ്രംശമുണ്ടായത്? അഗസ്ത്യൻ പറഞ്ഞു, ധിക്കാരിയായ നഹുഷൻ ബ്രഹ്മ തേജസ്സിന് തുല്യമായ തേജസ്സുള്ള മഹർഷിമാരെ കൊണ്ട് അയാളുടെ പല്ലക്ക് ചുമപ്പിച്ചു. അതിനിടയിൽ അയാൾ എൻ്റെ ശിരസിൽ ചവിട്ടുകയും ചെയ്തു. അതോടെ അവൻ്റെ ശക്തിയും സമ്പത്തുമെല്ലാം ക്ഷയിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നഹുഷനോട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ മഹാത്മാക്കൾ നടപ്പിലാക്കിയതും അവർ ആചരിച്ചു വരുന്നതുമായ ധർമ്മകർമ്മങ്ങളിൽ ദോഷം കാണുന്നു. പോരെങ്കിൽ ബ്രഹ്മാവിനോളം ചൈതന്യവാന്മാരായ ഋഷിമാരെ കൊണ്ട് നിങ്ങൾ പല്ലക്ക് ചുമപ്പിക്കുകയും ചെയ്തു. ഒപ്പം നിങ്ങൾ എൻ്റെ ശിരസിൽ ചവിട്ടുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ ചെയ്ത പുണ്യങ്ങളുടെ എല്ലാ ശക്തിയും ഇതോടുകൂടി നിങ്ങൾക്ക് നഷ്ടമാകട്ടെ. നിങ്ങൾ ഭൂമിയിൽ പതിച്ച് 10,000 വർഷം പെരുമ്പാമ്പായി ജീവിച്ച് ജന്മം അവസാനിക്കുമ്പോൾ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായി സ്വർഗത്തിൽ പ്രവേശിക്കും. പാണ്ഡവരുടെ വനവാസകാലത്ത് കാട് കാണാൻ ഇറങ്ങിയ ഭീമസേനൻ ഒരു പെരുമ്പാമ്പിൻ്റെ കയ്യിൽ അകപ്പെടുകയും അയാളെ രക്ഷിക്കാൻ ശ്രമിച്ച യുധിഷ്ഠിരനോട് ആ പെരുമ്പാമ്പ് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് ശരിയായ ഉത്തരം ലഭിച്ചതിനാൽ ഭീമസേനനെ മോചിപ്പിക്കുകയും ചെയ്ത കഥ ഓർക്കുന്നുണ്ടല്ലോ. ആ പെരുമ്പാമ്പ് നഹുഷൻ്റെ ജന്മമാണ്. അഗസ്ത്യൻ തുടർന്നു, എൻ്റെ ശാപം മൂലം നഹുഷന് ഇന്ദ്രപദവി നഷ്ടമായിരിക്കുന്നു. ഇനി അങ്ങ് വന്ന് ഇന്ദ്രപദം ഏറ്റെടുത്ത് ഭരണം നടത്തിയാലും. അപ്പോൾ തന്നെ ദേവേന്ദ്രൻ ഐരാവതത്തെ വരുത്തി അതിന്മേൽ കയറി. കുബേരൻ, ബൃഹസ്പതി, അഗ്നി, ചന്ദ്രൻ തുടങ്ങിയ ദേവതകൾക്കൊപ്പം സ്വർഗത്തിലെത്തി. അദ്ദേഹം ഇന്ദ്രാണിയെയും കൂട്ടി ഇന്ദ്രസഭയിലെത്തി സ്ഥാനമേറ്റ് ലോകപരിപാലനത്തിൽ മുഴുകി. ശല്യർ പറഞ്ഞു, ധർമ്മജ, ഈ വിഷയത്തിൽ ഇന്ദ്രനും ശചീദേവിക്കും ദുഃഖപൂർണമായ അജ്ഞാതവാസം അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ നിനക്കും സഹോദരന്മാർക്കും ദ്രൗപദിക്ക് പോലും അജ്ഞാതവാസവും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്നു. അതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ദേവേന്ദ്രന് സംഭവിച്ചതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇന്ദ്രപദം ലഭിച്ചതുപോലെ നിനക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. നഹുഷന് പതനം സംഭവിച്ചതുപോലെ നിന്റെ ശത്രുക്കൾക്കും സംഭവിക്കും. എനിക്കിനി ദുര്യോധനൻ്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ട്. യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞ് ശല്യർ ഹസ്തനപുരത്തേക്ക് പോയി. പിന്നീട് യാദവ വംശത്തിലെ മഹാരഥനായ സാത്വികി വൻപടയോടെ യുധിഷ്ഠിരൻ്റെ മുന്നിൽ എത്തി. ഒപ്പം ചേതുരാജ്യത്തിൻ്റെ രാജാവായ ധൃഷ്ടകേതുവും ജരാസന്ധൻ്റെ മകനായ ജയസേനനും പാണ്ഡ്യരാജാവും വമ്പിച്ച സൈന്യത്തോടുകൂടി യുധിഷ്ഠിരനെ സഹായിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. പാഞ്ചാല രാജാവായ ദ്രുപദനും മക്കളും പരമാവധി സൈന്യങ്ങളും ആയുധങ്ങളും സംഭരിച്ചുകൊണ്ട് വന്നെത്തി. എല്ലാവരും ഒരു കുരുപാണ്ഡവ യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു.
കൗരവപക്ഷത്ത് കിരാത രാജാക്കന്മാരും ചീനരും തുടങ്ങി ധാരാളം രാജാക്കന്മാർ ദുര്യോധനപക്ഷത്ത് ചേരുകയുണ്ടായി. ഹൃദീക രാജാവിൻ്റെ പുത്രനായ കൃതവർമാവും ഭോജവംശജരും യാദവരും വലിയ സൈനിക സന്നാഹത്തോടുകൂടി ദുര്യോധനന് പിന്തുണയുമായി ഹസ്തിനപുരത്ത് എത്തി. ദ്രുപദ രാജാവിൻ്റെ സുഹൃത്തുക്കളായിരുന്ന പർവ്വത പ്രദേശങ്ങളിലെ രാജാക്കന്മാർ അവർക്കൊത്തവണ്ണം സൈന്യത്തെ സംഭരിച്ചുകൊണ്ട് യുധിഷ്ഠിരനെ സഹായിക്കുവാൻ എത്തിച്ചേർന്നു. ഇപ്രകാരം സൈന്യ സംഭരണം എല്ലാം കഴിഞ്ഞപ്പോൾ പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗഹിണിപ്പടയും കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണിപ്പടയും ഉണ്ടായിരുന്നു. അക്ഷൗഹിണി എന്നത് സൈന്യത്തിലെ അംഗങ്ങളുടെ സംഖ്യയാണ്. ചതുരംഗപ്പട എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചതു എന്നാൽ 4 എന്നർത്ഥം. ആനപ്പട, കുതിരപ്പട, തേർ, കാലാൾപ്പട എന്നീ 4 വിഭാഗങ്ങളാണ് ചതുരംഗപ്പടയിൽ ഉണ്ടായിരിക്കുക. ഇപ്രകാരമുള്ള ചതുരംഗപ്പടകൾ ചേർന്നാണ് അക്ഷൗഹിണി രൂപം കൊള്ളുന്നത്. ഇതിഹാസകാരനായ വേദവ്യാസൻ അവിശ്വസനീയമാണെന്ന് തോന്നാവുന്ന ഒരു കണക്കാണ് അക്ഷൗഹിണിക്ക് നൽകിയിട്ടുള്ളത്. അത് ഇങ്ങനെയാണ്: 21,870 ആനകൾ, അത്രയും തന്നെ രഥങ്ങൾ, 65,610 കുതിരകൾ, 1,09,309 കാലാൾപ്പട, ഇത്രയും ചേർന്നതാണ് ഒരക്ഷൗഹിണി. ഇത്തരത്തിലുള്ള 7 അക്ഷൗഹിണികളെ പാണ്ഡവരും 11 അക്ഷൗഹിണികളെ കൗരവരും യുദ്ധത്തിനായി തയ്യാറാക്കി എന്ന് പറയുന്നു. അതായത് കൗരവ പാണ്ഡവ യുദ്ധത്തിൽ 18 അക്ഷൗഹിണി സൈന്യം പങ്കെടുത്തു. അതായത് ആകെ 2,40,570 ആനകൾ, അത്രയും തന്നെ രഥങ്ങൾ, 7,21,710 കുതിരകൾ, 12,02,410 കാലാൾപ്പടയിലെ സൈനികർ. ഇത്രയും വലിയ ഒരു സംഖ്യ വന്നതുകൊണ്ടാണ് ഈ കണക്ക് അവിശ്വസനീയമാണെന്ന് പറഞ്ഞത്. പക്ഷേ അത് ഇതിഹാസകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. എന്തായാലും വളരെ അംഗസംഖ്യയുള്ള സൈന്യത്തെ ഇരുവിഭാഗക്കാരും അണിനിരത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സമയത്ത് ദ്രുപദൻ അയച്ച ദൂതനായ പുരോഹിതൻ ഹസ്തിനപുരത്ത് എത്തി ധൃതരാഷ്ട്രരെ മുഖം കാണിച്ചു. ഭീഷ്മരും വിതുരരും ധൃതരാഷ്ട്രരും ചേർന്ന് ദൂതനെ സ്വീകരിച്ച് അയാളെ സൽക്കരിച്ചു. കുശലപ്രശ്നങ്ങൾക്ക് ശേഷം പുരോഹിതൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു: മഹാരാജാവേ, പാണ്ഡു മഹാരാജാവ് അങ്ങയുടെ സഹോദരൻ ആണ്. ആ കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഹസ്തിനപുരം ഭരിച്ചത് അങ്ങ് തന്നെയാണ്. ആ വഴിയിൽ ഹസ്തിനപുരത്തിൻ്റെ പകുതി രാജ്യം പാണ്ഡുവിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ അവർക്കത് ലഭിച്ചിട്ടില്ല. അങ്ങ് അവകാശമായി നൽകിയ ഖാണ്ഡവപ്രസ്ഥം അവർ കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരു പുതിയ രാജ്യമായി മാറ്റിയെടുത്തു. എന്നാൽ കൗരവർ ചെയ്തതെന്താ? ശകുനിയെ മുൻനിർത്തി കള്ളച്ചൂതിലൂടെ ആ രാജ്യവും തട്ടിയെടുത്തു. അത് അങ്ങയുടെ അനുവാദത്തോടു കൂടിയായിരുന്നു എന്നത് അത്ഭുതകരം തന്നെ. ചൂതിൽ തോൽവിയടഞ്ഞ പാണ്ഡവർ അന്യായമായ ശിക്ഷ ഏറ്റുവാങ്ങി 13 വർഷം വനവാസം ചെയ്തു. എന്നിട്ടും അങ്ങയുടെ മക്കൾ ന്യായമായി പ്രവർത്തിച്ചില്ല. യുധിഷ്ഠിരൻ്റെയും ദുര്യോധനൻ്റെയും പ്രവൃത്തികളെ വിലയിരുത്തി പാണ്ഡവർക്ക് ന്യായമായത് വിട്ടുകൊടുക്കുകയാണ് അഭ്യുദയകാംക്ഷികൾ ചെയ്യേണ്ടത്. വീരന്മാരായ പാണ്ഡവർ ഒന്നും പൊരുതി നേടാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ചെയ്താൽ ഉണ്ടാകാവുന്ന കൂട്ടക്കുരുതിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതൊഴിവാക്കി ന്യായമായത് നേടിയെടുക്കാനാണ് യുധിഷ്ഠിരൻ ആഗ്രഹിക്കുന്നത്. യുദ്ധം ചെയ്ത് എല്ലാം നേടിയെടുക്കാമെന്ന് ദുര്യോധനൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നടക്കില്ല. യുധിഷ്ഠിരൻ്റെ ആജ്ഞ കാത്ത് 7 അക്ഷൗഹിണി സൈന്യം അവർക്കൊപ്പം നിലകൊള്ളുകയാണ്. സാത്യകി, ഭീമസേനൻ, നകുലൻ, സഹദേവൻ എന്നിവർ 1000 അക്ഷൗഹിണി പട വന്നാലും നേരിട്ട് തോൽപ്പിക്കുവാൻ കരുത്തുള്ളവരാണ്. കൗരവർ 11 അക്ഷൗഹിണി സൈന്യത്തെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടല്ലോ. അർജുനൻ്റെ പരാക്രമത്തിന് മുന്നിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പോരെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനും അവർക്കൊപ്പമാണ്. ബുദ്ധികൗശലത്തിൽ അദ്ദേഹത്തെ നേരിടാൻ ആർക്ക് കഴിയും? ഭഗവാന്റെ വൈഭവവും പാർത്ഥൻ്റെ യുദ്ധ കൗശലവും ഒത്തുചേർന്നാൽ അവരെ നേരിടാൻ ആർക്ക് കഴിയും? അതറിയുന്ന ആരെങ്കിലും ഇങ്ങനൊരു സാഹസത്തിന് ഇറങ്ങിപ്പുറപ്പെടുമോ? അതിനാൽ പാണ്ഡവർക്ക് നൽകേണ്ട ഭാഗം അവർക്ക് കൊടുക്കണം. അതിനു പറ്റിയ ഒരവസരമാണിത്. അവർക്ക് അവകാശപ്പെട്ട അവർക്ക് കൊടുക്കണം.
വെറുതെ യുദ്ധത്തിന് പുറപ്പെട്ട് എല്ലാം നാശമാക്കുന്നതിനേക്കാൾ ഭേദം ഇതുതന്നെയല്ലേ? ഈ അവസരം രാജാവെ അങ്ങ് പാഴാക്കരുത്. ഇത് കേട്ട് ഭീഷ്മർ പറഞ്ഞു, പുരോഹിത, അങ്ങയുടെ നിർദ്ദേശം യുക്തിപരമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരെ സഹായിക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ധർമ്മജ്ഞരായ പാണ്ഡവരെ സഹായിക്കാൻ ധാരാളം രാജാക്കന്മാർ തയ്യാറായെന്നതും നല്ല കാര്യം തന്നെ. നീതിന്യായങ്ങളെ മുറുകെ പിടിക്കുന്ന അവർ കൗരവരുമായി സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. കരുത്തനും അസ്ത്രകുശലനുമായ പാർത്ഥനെ നേരിടാൻ ഇവിടെ വേറൊരാളില്ല. ഇത് കേട്ടപ്പോൾ കർണൻ ക്ഷോഭത്തോടെ ഇടയ്ക്ക് കയറി. അർജുനൻ്റെ പരാക്രമം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിവിടെ പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ദുര്യോധനു വേണ്ടി ശകുനിയോട് ചൂത് കളിച്ച് തോറ്റ യുധിഷ്ഠിരൻ ചൂതിലെ വ്യവസ്ഥയനുസരിച്ച് വനവാസത്തിന് പോയി. അന്ന് സമ്മതിച്ച വ്യവസ്ഥ മാനിക്കാതെ ഇപ്പോൾ വിരാടൻ്റെയും ദ്രുപദൻ്റെയും സഹായത്തോടെ പാണ്ഡവർ പിതാവിൻ്റെ സ്വത്ത് തേടി വന്നിരിക്കുകയാണ്. കഷ്ടം. അവരെ ഒന്നും ഭയന്ന് രാജ്യത്തിൻ്റെ പകുതിയെന്നല്ല കാൽഭാഗം പോലും വിട്ടുകൊടുക്കുവാൻ ദുര്യോധനൻ തയ്യാറാകില്ല. ഇനി അവർക്ക് പിതൃസ്വത്തായ രാജ്യം കിട്ടണമെങ്കിൽ വ്യവസ്ഥയനുസരിച്ച് വനവാസം പൂർത്തിയാക്കട്ടെ. എന്നിട്ടും ധർമ്മം വെടിഞ്ഞ് യുദ്ധം ചെയ്തേ മതിയാകുമെങ്കിൽ അവർ ഞങ്ങളുടെ മുന്നിലെത്തുമ്പോൾ പശ്ചാത്തപിക്കേണ്ടി വരും. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ഹേ കർണ, വിരാടനുമായി നമ്മൾ നടത്തിയ യുദ്ധത്തിൽ 6 മഹാരഥന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട അർജുനനെ നാം എല്ലാം കണ്ടതല്ലേ? അയാളുടെ മുന്നിൽ ചെന്നുപെട്ട് എത്ര തവണ താൻ ഓടി രക്ഷപ്പെട്ടു. എന്നിട്ടും പാർത്ഥൻ്റെ കഴിവിൽ സംശയമോ? അതൊക്കെ എല്ലാവരും കണ്ടതല്ലേ? ഈ ബ്രാഹ്മണൻ പറയുന്ന സദ്വാർത്തയെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ചെന്ന് യുദ്ധം ചെയ്ത് പരാജയം ഏറ്റുവാങ്ങാം. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ധൃതരാഷ്ട്രർ ഭീഷ്മരുടെ അഭിപ്രായത്തെ അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, പാണ്ഡവരുടെയും കൗരവരുടെയും നന്മയ്ക്കുള്ള ഹിതകരമായ മാർഗമാണ് ഭീഷ്മർ പറഞ്ഞത്. ലോക നന്മയ്ക്ക് ഇതിലും വലിയ മറ്റൊരു ഉപായം ഇല്ല. ബ്രാഹ്മണ, ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഉചിതമായൊരു തീരുമാനമെടുക്കാം. ആ തീരുമാനം സഞ്ജയൻ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. അനന്തരം പുരോഹിതനെ വേണ്ടവണ്ണം സൽക്കരിച്ച് ധൃതരാഷ്ട്രർ യാത്രയാക്കി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.